ഹലോ ചങ്ങുകളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ആളക്കാരി റഹിമ കൊച്ചു RK ഏഞ്ചൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു സന്തോഷം തരുന്നൊരു ദിവസമാണ് കേട്ടോ. വേറെ ഒന്നല്ല, എൻ്റെ ഫാമിലിയിൽ എന്നെ ഒരു കല്യാണം വിളിച്ചേക്കാണ്. അപ്പൊ ഞാനും മക്കളും അങ്ങനെ കല്യാണത്തിന് പോവുകയാണ്. എൻ്റെ ഒരു ഇക്കാക്കാടെ മോന്റെ കല്യാണമാണ്. ഇക്കാക്കാടെ പേര് സൈനുദ്ദീൻ എന്നാണ്. അപ്പൊ കൊടുങ്ങല്ലൂര് നമ്മുടെ എന്താ പറയാ കോഴിക്കടവിലാണ്. അവിടെ അടിപൊളി ഒരു റിസോർട്ട് ഉണ്ട്. റിസോർട്ട് നല്ലൊരു എന്നിട്ട് ഇതിനെ പറയാ എന്ത് കുടില് ഗ്രീൻലി എന്നാണ് ആ റിസോർട്ടിന്റെ പേര്. അത് നമ്മുടെ എന്താ നമ്മള് ഇവിടൊക്കെ പോലും മൂന്നാറൊക്കെ പോകുമ്പോ നമ്മ കാണാറില്ല. അതുപോലത്തെ ഹട്ടല്ലേ, ട്രീ ഹൗസ്. ഓക്കെ, ട്രീ ഹൗസ് നമ്മ മൂന്നാറിലൊക്കെ കാണാറ്. ട്രീ ഹൗസ് എനിക്ക് മറന്നു പോയിട്ട് ഞാൻ അതിന്റെ ഒരു വീഡിയോ കുറെ ഒരു 2 വർഷം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെയാണ് നമ്മൾക്ക് ഇന്ന് കല്യാണം ഉള്ളത്. അപ്പൊ നമ്മ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പൊ അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ പങ്കുവെക്കണേ. അപ്പൊ ഞാനും എൻ്റെ ഏഞ്ചൽസും ഉണ്ട്. എൻ്റെ 2 കുട്ടികളുള്ളൂ. മൂത്താള് പോയി. അപ്പൊ പൊന്നുണ്ട്, പപ്പിയുണ്ട് എൻ്റെ കൂടെ. അപ്പൊ ഞങ്ങൾ കല്യാണത്തിന് പോവുകയാണ്. അപ്പൊ നമുക്ക് സൈനികക്കട മോന്റെ കല്യാണം കൂടാം. അതിന്റെ വിശേഷങ്ങളിലേക്ക്. ഓക്കെ, വായോ. ഹലോ ചങ്ങുകളെ, അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പൊ നമ്മള് കൊടുങ്ങല്ലൂർക്ക് പോയിക്കൊണ്ടിരിക്കേണ്ട. അപ്പൊ നമ്മുടെ നിതിൻ ബ്രോ ഉണ്ട്. എന്നത്തെയും പോലെ ഞങ്ങളുടെ സാരഥി നിതിൻ ബ്രോ ആണ്. അപ്പൊ എന്റെ മക്കളുണ്ട്, ഏഞ്ചൽസ് ഉണ്ട്. എവിടെ? ഓക്കെ, അപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നല്ല അടിപൊളി കാഴ്ച കാണിച്ചിട്ട് ഞങ്ങൾ നെയ്തുകുടി വഴിക്കാ പോയിക്കൊണ്ടിരിക്കണേ. നെയ്തുകുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പെട്ട സ്ഥലം ഉണ്ടോ മക്കളെ. അപ്പൊ നമുക്ക് വഴി ഒന്ന് കാണിച്ചിട്ട് ചങ്കേള. ഓക്കെ, അപ്പൊ ചങ്കേളെ ഇതാണ് നമ്മുടെ നെയ്തുകുടിയുടെ മനോഹാരിത. നല്ല ഭംഗിയുള്ള സ്ഥലം ഉണ്ട് നെയ്തുകുടി. ഇവിടെ നിറച്ചും ചെമ്മീൻ കെട്ടലാണ് കേട്ടോ ചങ്കേളെ. ഇത് ഇവിടുന്ന് കേറുമ്പോ തന്നെ നമുക്കിത് റൈറ്റ് സൈഡിൽ കാംകോന്റെ കമ്പനി കാണാം. ഇതാണ് കാംകോ കമ്പനി. ഓക്കെ, അപ്പൊ ഇനി നമ്മ നേരെ ചെല്ലുമ്പോ നെയ്തക്കുടി പാലം കാണാട്ടോ. അടിപൊളി സ്ഥലമാണ് ചങ്കകള്. നെയ്തക്കുടി പാലത്തിന്റെ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൈകുന്നേരം ആകുമ്പോ ഞങ്ങൾ ചില ദിവസങ്ങളിൽ രാത്രിക്ക് ആകുമ്പോ വെറുതെ ഇവിടെ വരും വണ്ടി എടുത്തിട്ട്. അപ്പൊ ഇവിടെ വന്ന് ആ പാലത്തുമ്പോ വന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ നല്ല രസം കേട്ടാ. ഇപ്പോഴും ഇവിടെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് കണ്ട. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നെയ്തക്കുടി പാലം. കണ്ട എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ. സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. കൊള്ളാല്ലേ, സൂപ്പർ സ്ഥലല്ലേ. അപ്പൊ ഇവിടെ വന്ന് വൈകുന്നേരം ആകുമ്പോ വൈകുന്നേരം ആകുമ്പോ വന്ന് നടക്കാനൊക്കെ അടിപൊളി സ്ഥലം കേട്ടാ. എപ്പോഴും ഇവിടെ ആൾക്കാരുണ്ട്. ഇവിടെ നിറച്ച് തട്ടുകടയുണ്ട്. ബജ്ജിയൊക്കെ കിട്ടും നമുക്ക് ഇവിടുന്ന്. അപ്പൊ ഇങ്ങനെ ഇവിടെ 2 സൈഡിലും ചെമ്മീൻ കെട്ടാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ നേരെ കൊടുങ്ങല്ലൂർക്ക് പോയിക്കൊണ്ടിരിക്കേട്ടാ. അപ്പൊ നമ്മ മുട്ടിക്കൽ പള്ളി എത്തി. ഇതാണ് മുട്ടിക്കൽ പള്ളിയുടെ കുരിശടിയാണ് കാണുന്നത്. അപ്പൊ നമ്മ നേരെ ഷാജഹാൻകാട് ഗ്രീൻലി ട്രീ ഹൗസിലേക്കാണ് പോകുന്നത്. അടിപൊളി വൈബാണ് അവിടെ. അപ്പൊ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ ചങ്കളെ നമ്മ ഗ്രീനിലേക്കുള്ള വഴിയിലേക്ക് കയറി. ഇതാണ് ഗ്രീൻലി കണ്ട. അപ്പൊ നമ്മ അങ്ങോട്ടേക്കുള്ള പുതിയ വഴിയാണ് ട്ടാ ഗ്രീൻലി ട്രീ ഹൗസ്. അപ്പൊ നമ്മ നേരെ അങ്ങോട്ട് പോവുകയാണ്. ഷാജഹാൻക്ക നമുക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഷാജഹാൻകാടാണ് ഈ റിസോർട്ട്. ഷാജഹാൻകാടാണ്. അപ്പൊ ഞാൻ പുള്ളിനെ പരിചയപ്പെടുത്തി തരാം. ഒരു വട്ടം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നേക്കുന്നതാണ്. എന്നാലും അതൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. അപ്പൊ ഒരു വട്ടം കൊണ്ട് ഞാൻ ആളെ പരിചയപ്പെടുത്തി തരാം. ഓക്കെ, അപ്പൊ നമ്മളവിടെ എത്തിക്കൊണ്ടിരിക്കട്ടാ. അപ്പൊ ചങ്കളെ നമ്മള് ഗ്രീൻലിയിലേക്ക് നമ്മള് കടന്നു പോവുകയാണ്. അപ്പൊ അതിമനോഹരമായ സ്ഥലമാണ്. നിങ്ങൾ ഊഹിക്കുന്നതിൽ അപ്പുറം ഒരു സ്ഥലമാണ്. കാരണം നമ്മൾ കണ്ടേക്കുന്നത് അതിരപ്പള്ളി അല്ല മറ്റേ എന്നിട്ടാ എവിടേക്കാണ് മൂന്നാറിലും അവിടേക്കാണ് നമ്മ ഇങ്ങനത്തെ റിസോർട്ടുകൾ കണ്ടേക്കുന്നത്. അത് നമ്മുടെ കൊടുങ്ങല്ലൂരിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യണമെന്ന് പറയുമ്പോഴും അതിനേക്കാൾ മനോഹരമായ ഒരു സംഭവം. അതേപോലെ തന്നെ അത്ര മനോഹരത കൂടെ ഒരു ഫോറസ്റ്റിന്റെ ഉള്ളില് ഈ സംഭവം ഉള്ളതുപോലെ നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ. പിന്നെ നമ്മുടെ പൊറിഞ്ചു മറിയം ജോസഫിലെ സിനിമയുടെ കുറച്ച് ഷൂട്ടിംഗ് ഒക്കെ ഇവിടെയാണ് നടന്നേക്കണേ. അപ്പൊ ഇതാണ് നമ്മുടെ ഗ്രീനിലേക്കുള്ള വഴിത്താര. അപ്പൊ ഞാന് കുറച്ച് കാണിച്ചു തരാട്ടെ. അപ്പൊ നമ്മ കാറൊക്കെ ഒന്ന് പാർക്ക് ചെയ്തിട്ടെ ചങ്കളെ. അപ്പൊ നമുക്ക് വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാം. ഓക്കെ, നല്ല തിരക്കാണ്, കുറെ പേരുണ്ടെന്ന്. അപ്പൊ നമ്മ ഗ്രീനിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇതിന്റെ ഉടമസ്ഥനാണ് മൊയിലാലിനി നിക്കണ ഷാജഹാൻക. അസ്സലാമു അലൈക്കും.
അപ്പൊ ഇതാണ് ചങ്കല ഷാജഹാൻ കാട്ടാ, നമ്മുടെ ചങ്കാണ്. ഇപ്പൊ ഇതിന്റെ ഓണറാണ് നിൽക്കുന്നത്, ഷാജഹാൻ എന്ന പേരിട്ടാ. അപ്പൊ ഞാന് ഒന്നും കൂടി കുറച്ചൊക്കെ ഇതായിട്ട് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരും ഒന്നും കൂടി ഇട്ടാ. ഓക്കെ. അപ്പോൾ ചങ്കാളെ നമ്മൾ ഗ്രീനിലേക്ക് നമ്മൾ കയറുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് ലുക്കിൽ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു അടിപൊളി പ്ലേസാണെന്നുള്ളത്. നമ്മൾ മൂന്നാറിലൊക്കെ കണ്ടുവരുന്നൊരു സംഭവം പോലെ തന്നെയാണ് ഇവിടെ നിറച്ചും ഇല്ലിക്കാടുകളും പിന്നെ ട്രീ ഹൗസാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ നേരെ പോവുകയാണ്. ഇവിടെ നേരെ ചെല്ലുമ്പോൾ നമ്മുടെ സേനുക്കാക്കയുടെ മോൻ്റെ കല്യാണത്തിന് ആ ഒരു ഫംഗ്ഷൻ നടക്കുന്ന ആ ഒരു വലിയൊരു സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അടിപൊളി വൈബായിരുന്നു ചങ്കാളി. എനിക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമായി. കാരണം ചെന്നപ്പോൾ തന്നെ ഞാൻ കണ്ടത് എൻ്റെ കൊച്ചാപ്പാനാണ്. അപ്പോൾ അത് സേനുക്കാക്കയാണ് എനിക്ക് വന്ന് ഷെയ്ക്കൻഡ് തന്നത്. ഇത് സൈനുദ്ദീൻ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ ഒരുപാട് ചാരിറ്റിയൊക്കെ ചെയ്യുന്ന എൻ്റെ ഒരു സഹോദരനാണ്, എൻ്റെ കൂടപ്പിറപ്പാണ് ഇട്ടത്. അപ്പോൾ സേനുക്കാക്കാനോട് ഞാൻ വരണോ എന്ന് ചോദിച്ചപ്പോൾ സേനുക്കാക്ക പറഞ്ഞ കാര്യം നീ ധൈര്യമായിട്ട് വാടി, ഞാനല്ലേ നിന്നെ വിളിച്ചതെന്ന് പറഞ്ഞപ്പോൾ അത്രയും ധൈര്യത്തോടു കൂടി ഞാനിവിടെ കയറി വന്നത്. കാരണം 24 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഫാമിലിയിൽ എന്നെ ഒരു കല്യാണം വിളിച്ചപ്പോൾ ഞാൻ വന്നേക്കാണ്. ഞാനുണ്ട്, എൻ്റെ ഏഞ്ചൽസും ഉണ്ട്. അപ്പോൾ കൊച്ചാപ്പ എന്നോട് ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കുകയാണ് ചങ്കളെ, നീ ഇപ്പോൾ എവിടെ താമസിക്കണം, എൻ്റെ മക്കളുടെ കാര്യങ്ങൾ, നമ്മുടെ എല്ലാ നീ എവിടെ എന്താണ് നീ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ അനിയത്തിയുടെ എൻ്റെ കൂടപ്പറപ്പിൻ്റെ മോനാണ് നിൽക്കുന്നത്. അപ്പോൾ അവരൊക്കെ പരിചയപ്പെടുത്തി തരികയാണ്. അപ്പോൾ കൊച്ചാപ്പ ഒരു സ്ട്രോക്കൊക്കെ വന്ന് ഒരു സൈഡ് തളർന്നൊക്കെ പോയിട്ട് അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വന്നതാണ്. എൻ്റെ വാപ്പാടെ അനിയനാണ് കേട്ടോ സുലു കൊച്ചാപ്പ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുമ്പോൾ അവിടെ വെൽക്കം ഡ്രിങ്ക്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഒരു സങ്കോചമൊക്കെ തോന്നി, ഇത് കഴിക്കണോ വേണ്ട. എനിക്കിങ്ങനെയൊക്കെ സത്യം പറഞ്ഞ് ഭയങ്കര ചളിപ്പാണ് കേട്ടോ. എനിക്കെന്തോ നമ്മൾ എവിടെ പോയി എനിക്ക് ബൊഫേ എന്നൊരു പരിപാടിയിലൊക്കെ ചെന്ന് പങ്കെടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര നാണക്കേടാണ്. പക്ഷെ നമ്മൾ നാണക്കേടൊന്നും വിചാരിക്കേണ്ട, കാരണം നമുക്ക് വെച്ചങ്ങനെ ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ ഞാനവിടെയൊക്കെ പോയി ഞാനും മക്കളും വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ മുന്നോട്ട് പോവുകയാണ്. പകൽ വെളിച്ചത്തിൽ കാണുന്നേക്കാൾ വളരെ ഭംഗിയാണ് ഈ സ്ഥലം ഈ രാത്രി ലൈറ്റ് അറേഞ്ച്മെൻറ്റിൽ കാണാനുള്ളത്. അപ്പോൾ ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ കൂടെ പഠിച്ചത് ആ കൂട്ടുകാരത്തിനെ കണ്ട്, റാബിയ. കൂട്ടുകാരത്തി മാത്രമല്ല അവളെൻ്റെ കൂടപ്പിറപ്പും കൂടിയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് എന്നെ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായിരുന്നു ആരണാവ് വരുന്നത്. കാരണം അവർക്കൊക്കെ അവിശ്വസനീയമായൊരു കാഴ്ചയായിരുന്നത്. വേറെ ഒന്നല്ല, ഞങ്ങളുടെ ഫാമിലിയിൽ ഞാൻ പറഞ്ഞില്ല എന്നെ ആദ്യമായിട്ടൊരു ഫംഗ്ഷൻ വിളിക്കണം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കൂടപ്പിറപ്പുകളൊക്കെ കാണാൻ പറ്റി. കുറേ പേരെ കണ്ട്, എല്ലാവരും എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അതിശയമായിരുന്നു. അങ്ങനെ എനിക്ക് അവരെക്കാൾ കൂടുതൽ അതിശയം എനിക്കായിരുന്നു. കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇവരൊക്കെ നേരിട്ട് കാണുന്നത്. അപ്പോൾ നമ്മുടെ റിലേറ്റീവ്സാണ് എല്ലാവരും. അപ്പോൾ എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് സത്യം പറയാല ഇത്രയും സന്തോഷകരമായൊരു നിമിഷം എനിക്ക് ദൈവം തന്നതാണെന്ന് ഞാൻ സത്യം പറഞ്ഞ് ഞാൻ വിശ്വസിക്കുകയാണ് ചങ്കളെ. അപ്പം അങ്ങനെ നമ്മൾ എല്ലാ കാഴ്ചകളും കണ്ട് എല്ലാവരൊക്കെ പരിചയപ്പെടല്ല, എല്ലാവരോടും നമ്മുടെ സന്തോഷം പങ്കിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പം നമ്മുടെ ഷാജഹാൻകാട് ആ ഒരു ഗ്രീൻ ലീ എന്ന് പറയുന്നൊരു സംഭവം അത് വല്ലാത്തൊരു അനുഭൂതി തരുന്നൊരു സ്ഥലം തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് കപ്പിൾസായിട്ട് വരുന്നവർക്കോ അല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറി, ബാപ്റ്റീസ്, അതായത് മാമോദീസ, ബർത്ത്ഡേ ഫംഗ്ഷൻ, എന്തൊരു ഫംഗ്ഷൻ ആയിക്കോട്ടെ നിങ്ങൾക്കത് ഇവിടെ വെച്ച് നടത്താവുന്നതാണ്. അത് വളരെ മിതമായ നിരക്കിലാണ്, അതായത് അത്രയും വലിയ പൈസയ്ക്കൊന്നല്ല ഇവിടെ നമുക്ക് അലൗഡ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാനിതിനകത്ത് ഷാജഹാൻകാട് നമ്പർ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഫംഗ്ഷൻ നിങ്ങൾക്ക് നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മൂന്നാർ വരെ ഒന്നും പോകേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് കണ്ടില്ലേ, കണ്ട ഈ ട്രീ ഹൗസ് എന്ന് പറയുന്നത് അടിപൊളി സ്ഥലമാണ് ചങ്കളി. നല്ല സെറ്റ് സ്ഥലം. നമ്മൾ മൂന്നാറിലും അതുപോലെ നമ്മൾ എന്താ പറയുക മൈസൂർ എവിടെ പോയാലും നമ്മൾ, അതായത് വാൽപ്പാറൊക്കെ പോകുമ്പോഴൊക്കെ അവിടേക്കേ നമ്മളിത് കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത് വേറെ ദൂരത്തൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ തന്നെ കൊടുങ്ങല്ലൂരിലാണ്. അപ്പം ഇതാണ് നമ്മുടെ ഗ്രീൻലിയുടെ ഒരു ഭംഗി, അതായത് പ്രകൃതി ഭംഗി തന്നെ എന്ന് പറയാം. നിറച്ചും ഇല്ലിക്കാടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം എൻ്റെ മക്കൾ വളരെ സന്തോഷമാണ്. കാരണം അവരും എൻ്റെ ഫാമിലിയിൽ ആദ്യമായിട്ടൊരു ഫംഗ്ഷൻ അവർ അറ്റൻഡ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഏഞ്ചൽസ് വളരെ സന്തോഷമാണ് കേട്ടോ. എനിക്ക് എൻ്റെ മൂത്ത മോള് കൂടെ ഉണ്ടായില്ല, അപ്പോൾ ആ ഒരു വിഷമം എനിക്കുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫുഡൊക്കെ കഴിക്കണം. അവരവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നൊരു ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുന്ന സ്ഥലം നോക്കുമ്പോൾ നല്ല തിരക്കാണ് ചങ്കയുടെ. ക്യൂ നിൽക്കുകയാണ് അവിടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ നാണായിട്ടും പാടില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പരിപാടിക്ക് നാണെന്നും വിചാരിച്ചിട്ട് കാര്യമില്ല ചങ്കളെ. നമ്മൾ ക്യൂ നിന്നിട്ട് തന്നെ വാങ്ങിക്കണം ഭക്ഷണമൊക്കെ. കാരണം ബൊഫേ എന്ന് പറയുന്ന സംഭവം ഇങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യൂവിലൊക്കെ നിന്ന് ഞാനും എൻ്റെ ഏഞ്ചൽസും നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച്, ഫുഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി വെറൈറ്റി ഫുഡുകളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഒരുപാട് പേരൊക്കെ സൈനികയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രീൻ ലീ എന്ന് പറയുന്ന റിസോർട്ട് ഇതാണ്. അപ്പോൾ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ വരണം കേട്ടോ. ഹലോ ചങ്ങകളെ, അപ്പോൾ നമ്മൾ
സോറി. അപ്പൊ ചങ്കളെ നമ്മള് കല്യാണം കഴിഞ്ഞ് നമ്മള് വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ട. അപ്പൊ അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു, സൂപ്പർ ഫുഡായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ കൊറേ റിലേറ്റീവ്സിനെ കാണാൻ പറ്റി, കൊറേ പരിചയക്കാരെ കാണാൻ പറ്റി. ഒരു 24-25 വർഷം, 25-30 വർഷങ്ങൾക്ക് ശേഷമാണ് കൊറേ പേരെ ഇപ്പൊ കാണുന്നത്. അതായത് ഭയങ്കര സന്തോഷമായി. എന്റെ ഫാമിലിയിൽ ഞാൻ 24 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടുള്ളൊരു കല്യാണം കൂടുന്നേട്ടാ. അപ്പൊ പഠിച്ചവൻ അനുഗ്രഹിക്കട്ടെ, സൈനിക്കാക്കാനും കുടുംബത്തെ പഠിച്ചവൻ അനുഗ്രഹിക്കട്ടെ. കാരണം എന്റെ മക്കളെ വിളിക്കാൻ ഒരു വലിയൊരു മനസ്സ് കാണിച്ചല്ലോ. അപ്പൊ അള്ളാഹു എല്ലാവിധ ഐശ്വര്യം ആ കുടുംബത്തിന് കൊടുക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ചങ്കളെ അപ്പൊ വളരെ സന്തോഷത്തോടു കൂടി അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ നേരെ മാളപ്പള്ളിയിലേക്ക് പോകുകയാണ്. കാരണം മാളപ്പള്ളിയിൽ പെരുന്നാളുള്ളത്. അപ്പൊ നേരെ മാളപ്പള്ളിയിലേക്കാണ് പോണത്. അപ്പൊ ഓക്കെ ചങ്കളെ, അപ്പൊ ആർ കെ ഏഞ്ചൽസിൽ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. അപ്പൊ അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ നമ്മുടെ നിതിൻ ബ്രോ ഉണ്ട്. നിതിൻ ബ്രോ ടാറ്റാ. ഓക്കെ, അപ്പൊ എന്റെ ഏഞ്ചൽസ്. അപ്പൊ ഓക്കെ ചങ്കളെ, അപ്പൊ എല്ലാവർക്കും പ്രാർത്ഥന ഉണ്ടാവണം. തിരിച്ച് നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാവരും സന്തോഷമായിട്ട്. അപ്പൊ ചങ്കളെ അങ്ങനെയാണെങ്കിൽ അപ്പൊ ഓക്കെ ചങ്കളെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയണ്ട. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത വിശേഷങ്ങൾ, പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ അതുവരേക്കും ടാറ്റാ, ഗുഡ് നൈറ്റ് ചങ്കളെ. ടാറ്റാ, ബൈ. ടാറ്റാ ടാറ്റാ ടാറ്റാ.